ആരൊക്കെയോ അവരുടെ ക്രിസ്തീയ ജീവിതത്തെ ഏതോ ഒരു ഇവന്റുമായി, ഏതോ ഒരു ഡേറ്റുമായി മാത്രം കണക്ട് ചെയ്യുമ്പോൾ ഒരു തലമുറ ദൈവം അന്വേഷിക്കുന്നു, അവനിൽ വേരും നിന്ന തലമുറ എന്ന് പറഞ്ഞാൽ കർത്താവില്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല. ഓ ഹല്ലേലൂയ. ഒരു മണ്ണിൽ വേരൂന്നാതെ ഒരു വൃക്ഷത്തിന് സർവൈവ് ചെയ്യാൻ കഴിയാത്തതുപോലെ, യേശുവില്ലാതെ എനിക്ക് പറ്റത്തില്ല എന്ന് പറയുന്നത് പോലെ, കർത്താവുമായിട്ട് ഇഴുകിച്ചേർന്ന് അവൻ്റെ കൂട്ടായ്മയിൽ ജീവിക്കുന്ന ഒരു തലമുറയെ കർത്താവ് അന്വേഷിക്കുകയാണ്. ഹല്ലേലൂയ. ക്രിസ്തീയ ജീവിതത്തിൽ ഒരു ഉയർന്ന പ്രതലത്തിൽ പോകുവാൻ ടെക്നിക്കുകൾ അന്വേഷിക്കുന്നവരുണ്ട്. പാസ്റ്ററെ, ദൈവശക്തി വെളിപ്പെടണമെങ്കിൽ എത്ര നേരം പ്രാർത്ഥിക്കണം? വചനം നല്ലതുപോലെ പ്രസംഗിക്കാൻ കഴിയണമെങ്കിൽ എത്ര മണിക്കൂർ ബൈബിൾ വായിക്കണം? അയ്യോ, ഇതൊരു സിസ്റ്റം അല്ല, ഇതൊരു ടെക്നോളജി അല്ല, ഇതൊരു സിലബസ് അല്ല, ഇതൊരു ബന്ധമാണ്. അന്ന് ഏത് പ്രാർത്ഥനാ ജീവിതമുണ്ടോ അതിനേക്കാൾ ഉയർന്ന പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് നാം പണിയപ്പെടേണ്ടതാണ്. പക്ഷെ നമ്മളിൽ പലരോടും ചോദിച്ചാൽ, 97-ൽ ഞാൻ കർത്താവിനെ അറിഞ്ഞപ്പോൾ ഭയങ്കര അനുഭവമായിരുന്നു, ഇപ്പോൾ അങ്ങനെ പ്രത്യേകിച്ചൊരു അനുഭവം പറയാനായിട്ടില്ല. നമ്മുടെ വളർച്ചയുടെ പക്വതയുടെ അടിസ്ഥാനത്തിലാണ് ദൈവം നമ്മൾ ഓരോരുത്തരോടും ഇടപെടുന്നത്. ഇതൊരു ടെക്നോളജി അല്ല, ഇതൊരു സിസ്റ്റം അല്ല, ഇതൊരു ബന്ധമാണ്. ആ ബന്ധത്തിൽ ജീവിക്കുന്നവർക്ക് മാത്രമേ അതിൻ്റെ മഹത്വത്തിൽ ജീവിക്കാൻ കഴിയത്തുള്ളൂ.